ഹേ ഗായ്സ്, ഞാൻ എങ്ങടെ ഇപ്പോഴും ഞാൻ ചിരിച്ചിരിച്ച് പോകണമെന്നല്ലേ. ഞാൻ മാത്രമല്ല, അമ്മയുണ്ട്, അയൽവാസി താത്തയുണ്ട്. അപ്പോൾ ഇവിടെ പാടത്ത് ഞങ്ങൾക്ക് കുറച്ച് തെങ്ങുണ്ട്. അവിടെ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛയും പുള്ളിക്കാരനും പോയിട്ട് അവിടെ ഫുള്ള് തേങ്ങ ഇടലും പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. ഞാനും അമ്മയും ഇത് പെറുക്കി കൂട്ടാൻ വേണ്ടി പോരാ. താത്ത പിന്നെ വെറുതെ ഒരു കമ്പനിക്ക് പോരാണ്. അപ്പോൾ ഇതാണ് നമ്മളവിടുത്തെ കാടുകയാണ് കേട്ടോ. ഇത് ഇവിടെ നമ്മളിവിടെ കുറേ കാടോട്ട് പ്രേമികളുണ്ട്, അവരുണ്ടാക്കിയതാണിത്. മഴക്കാലത്ത് ഇവിടെ അടിപൊളി മത്സരങ്ങളും പരിപാടിയും നടക്കലുണ്ട്. കാളകൂട്ടാട്ടോ സംഭവം. അങ്ങനെ ഞാൻ നമ്മളെ തൊടിയിലെത്തി. അപ്പോൾ നമ്മുടെ അയൽവാസിയായിട്ടുള്ള ഏട്ടൻ തന്നെയാണ് തേങ്ങ ഇടുന്നത്, സുരേട്ടൻ. അപ്പോൾ പുള്ളി അറിഞ്ഞം പറഞ്ഞ തേങ്ങ ഇടേണ്ടിയിരുന്നു. അച്ഛനിവിടെ ഹെവി ഡ്യൂട്ടിയിലായിരുന്നു. അച്ഛനെ സഹായിക്കാൻ അമ്മയും തൊട്ടിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ പണിയെടുക്കേണ്ടതെന്ന് ബോധിപ്പിക്കണമല്ലോ. അപ്പോൾ ഞാൻ 2-3 തേങ്ങ എടുത്തിട്ട് അപ്പുറത്തേക്ക് വെറുതെ ഇട്ട് ഷോ ഓഫ് കാണിച്ച്. പിന്നെ ഈ തേങ്ങ ഉള്ളതുകൊണ്ട് ഒരു ഉപകാരം എന്താ വെച്ചാൽ, നമുക്ക് വെളിച്ചെണ്ണ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തന്നെ വെട്ടി ഉണക്കി ആട്ടി ഉണ്ടാക്കലാണ് കേട്ടോ. നമ്മളെന്ന് പറഞ്ഞാൽ അമ്മയാണ് അതിൻ്റെ പണിയെടുക്കുക, ഫുൾ എടുക്കൽ. നമുക്ക് ആ വെളിച്ചെണ്ണയിൽ വല്ല പഴംപൊരിയൊക്കെ ചുട്ട് തന്നാൽ നമ്മളത് തിന്നുന്നല്ലാണ്ട് പണിയെടുക്കാനൊന്നും കൂടില്ല കേട്ടോ. മടിയന്മാരാണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അതിലെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്ന് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, പാവങ്ങളല്ലേ. അങ്ങനെ സുരേട്ടൻ ആ തെങ്ങുമ്മത്തെ കഴിഞ്ഞ് ഇറങ്ങി വരിക കേട്ടോ. ഈ മെഷീനൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ തെങ്ങേറ്റക്കാർക്ക് നല്ല സുഖമാണ്. അതുകൊണ്ട് തന്നെ തെങ്ങേറ്റക്കാർക്ക് ഭയങ്കര ഡിമാൻഡുമാണ്. ഇപ്പം നല്ല പൈസയും കൊടുക്കണം. ഒരു തെങ്ങിൽ തന്നെ കയറാൻ 60-70 ഒക്കെ കൊടുക്കണം കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ റേറ്റാണ്. നിങ്ങളുടെ നാട്ടിലത്തെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങളെ വല്യച്ഛൻ്റെ തൊടിയിൽ മൂച്ചിയുണ്ട് കേട്ടോ. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അപ്പോൾ മാങ്ങ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഹെവി ക്രിക്കറ്റ് പ്ലെയർ ആയതുകൊണ്ടും ഞാൻ അറഞ്ചം പൊറഞ്ചെറിഞ്ഞു. എനിക്ക് തീരെ സൂട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഒറ്റ മാങ്ങയും കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറേ എറിഞ്ഞിട്ട് അപ്പോൾ കയ്യിനും കൈപ്പിലേക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അവസാനം ഞാൻ മടുത്തിട്ടോ. കാരണം നിങ്ങൾക്കെന്നെ കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് എറിഞ്ഞു. അവസാനം ഞാൻ മണ്ടയിൽ ചൊറിഞ്ഞ് വേറെ പോയി. പിന്നെ വീണ്ടും റിട്ടേൺ വന്നൊരു കല്ല് കിട്ടിയപ്പോൾ വെറുതെ എറിഞ്ഞതാണ്. അതിൽ ആ കിടക്കണ എൻ്റെ പരിശ്രമം ഒടുവിൽ സക്സസ് ആയിരിക്കുന്നു ഗൈസ്. എനിക്കൊരു മാങ്ങ കിട്ടി. ഫൈനലി ഫൈനലി കിട്ടി ഗൈസ്. യെസ് യെസ് യെസ്. അപ്പോൾ അത് ജസ്റ്റ് കടിച്ചു നോക്കിയപ്പോൾ നല്ല ചെനച്ച മാങ്ങയായിരുന്നു. പഴുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ചെനച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ഓരൊപ്പം കൂടി പിന്നെയും തേങ്ങ പുറത്തുനിന്ന് ചാലുന്ന് കണ്ടത്തേക്ക് എടുത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുളിച്ചിത്തരം കാട്ടി നടന്ന് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.